ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 33-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ വഴി ചൊല്ലേണ്ട ദിവസം കൂടുതലായിട്ട് കരുണക്കൊന്ത പറ്റുന്നത് പോലൊക്കെ ചൊല്ലുക. സാധിക്കുന്നവർ ഉപവാസം എടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ അടുത്ത വെള്ളിയാഴ്ച 40-ാം വെള്ളി, അതിനുശേഷം വരുന്ന വെള്ളി പീഠാനുഭവ വെള്ളി. വളരെ അടുത്തെത്തി നമ്മൾ ഈശോയുടെ പീഠാനുഭവ വാരത്തിലേക്ക് നമ്മൾ അടുത്തെത്തുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുക്കം നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 26-ൻ്റെ ബി തൊട്ട്. 26-ൻ്റെ ബി എന്ന് പറയുമ്പോൾ 26 തന്നെ പല കഷ്ണമായിട്ടൊരു വാക്യം ഉണ്ടായിരിക്കും. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാം, ബൈബിൾ എടുക്കാം. ഇനി ബൈബിൾ കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് 3 വാക്യമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അല്ലാത്തവർ ബൈബിൾ നോക്കി എന്നോടൊപ്പം നിങ്ങളുടെ ബൈബിളിൽ അത് വായിക്കുക. ഈശോയുടെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന നമുക്ക് കാണാവുന്നതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായൊരു കാഴ്ചയും കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായൊരു കേൾവിയുമാണത്. ആകപ്പാടെ സങ്കടപ്പെട്ടാണ് നമ്മൾ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. കാൽവരിയിൽ എല്ലാ സംഭവങ്ങളും നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ്. ഈശോ പറഞ്ഞ കുറച്ച് വാക്കുകളും വാക്യങ്ങളുമൊക്കെ നമുക്ക് പ്രചോദനമാണ്, മാതൃകയാണെന്നൊക്കെ പറഞ്ഞാലും ആകപ്പാടൊരു സങ്കടത്തിൻ്റെ മയമുണ്ട് എല്ലാ കാഴ്ചകളിലും. പക്ഷെ അവിടെ ഒരു ആശ്വാസം, ഒരു സന്തോഷം തോന്നുന്ന ഒരു രംഗം ഇതാണ്. ഈശോ തൻ്റെ അമ്മയെ നോക്കിയിട്ട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. പ്രിയ ശിഷ്യനെ നോക്കിയിട്ട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. നമുക്കിത് വളരെ പരിചയമുള്ള ഭാഗമാണ്. ഇത് നമ്മുടെ ഈ കാരുണ്യ വഴി കൂടുന്ന ആളുകൾ എന്നോട് ചില ഫീഡ്ബാക്കൊക്കെ തരും. ചിലപ്പോൾ വിളിച്ചാൽ ഈ വിഷയം പറയാമോ, ചിലരിങ്ങനെ നമ്പർ ഇട്ടിട്ട് ഇതിനെക്കുറിച്ച് പറയണം വെച്ചാൽ ഇതിനെക്കുറിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ പല വിഷയങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ് പോയിട്ടുണ്ട്. പീലാത്തോസൊക്കെ അങ്ങനെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട വിഷയങ്ങളാണ്, അതൊക്കെ കവർ ചെയ്ത് പോയി. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും പലരാവശ്യപ്പെട്ടൊരു വിഷയമാണ്, എൻ്റെ അച്ഛാ, കാരുണ്യ വഴിയുടെ ഒരു ദിവസം മാതാവിനെക്കുറിച്ച് പറയാതിരിക്കരുതേ. എന്നിട്ട് പറയുന്ന വെച്ചാൽ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ എന്തോരം മാതാവിനെക്കുറിച്ച് പറഞ്ഞതാ, ഈ കാരുണ്യ വഴിയിൽ എങ്ങും മാതാവ് വരുന്നില്ലല്ലോ, മാതാവിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് പറയണേ. അപ്പോൾ എൻ്റെ മറുപടി നിങ്ങൾക്ക് ഊഹിക്കാം. ഞാൻ പറയാതിരിക്കുമോ, നമ്മുടെ അമ്മയെക്കുറിച്ച് പറയാതിരിക്കുമോ എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അമ്മയെക്കുറിച്ച് പറയും, അത് ഇന്നത്തെ ദിവസമാണ്. പക്ഷെ നമ്മളിതിനെ വല്ലാണ്ട് അങ്ങോട്ട് വൈകാരികവൽക്കരിക്കുന്നില്ല. മറിയം അതിന് എളുപ്പമാണ്. ശരിക്കും മാതാവെന്ന വിഷയം നമ്മളെ വൈകാരികമായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വളരെ എളുപ്പമുള്ള വിഷയമാണ്. മാതാവെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് കിട്ടും. ഞാൻ അതിനെ അങ്ങനെ കൊണ്ടുപോകുന്നില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ, ഇന്നത്തെ ടോക്ക് ഒരു സ്കാറ്റേർഡ് ടോക്കായിരിക്കും, ഇങ്ങനെ ചതറിക്കിടക്കുകയായിരിക്കും. ഈ പരിസരത്തു നിന്നൊക്കെ പെറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കേൾക്കുമ്പോൾ ഇമ്പകരമാണെന്നും ആഹാ കൊള്ളാമല്ലോ എന്ന് തോന്നും. പക്ഷേ അതെല്ലാം പിന്നെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇന്ന് വരെ നോട്ടൊന്നും എഴുതിയ ശീലമില്ലാത്തവരും ഇന്ന് ബൈബിൾ തുറന്ന് വെച്ചിട്ട് ആ ഒരു പേപ്പറും പേനയും എടുത്തിട്ടൊന്നിരിക്കാവോ? കാരണം കുറച്ചധികം കിട്ടും. വലിയ ഓർഡറൊന്നും പ്രതീക്ഷിക്കരുത്, ക്രമമൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ നമുക്കിന്ന് കേൾക്കാനുണ്ടാകും. തുടങ്ങാം നമുക്ക്. കുരിശിൻ്റെ ചുവട്ടിൽ സ്ത്രീകളുടെ സാന്നിധ്യം എല്ലാ സുവിശേഷങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രത്യേകതയൊന്നുമല്ല. എല്ലാ സുവിശേഷങ്ങളും കുരിശിൻ ചുവട്ടിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരേ സ്ത്രീകളുടെ പേരുകൾ തന്നെയാണ്. അത് പേരുകൾ അല്ലെങ്കിൽ അവതരിപ്പിച്ച രീതിയിൽ വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് മത്തായി, മാർക്കോസും യോഹന്നാനും വെച്ച് പഠിക്കും മനസ്സിലാവും, എല്ലാത്തിലും ഒരേ ആളുകൾ തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, മറ്റുള്ളവർ അകലെയായി നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകലെയായി നിന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് കുരിശിൻ്റെ അരികെ അടുത്ത് നിന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനൊരു കാര്യമുണ്ട്.
സിനോപ്റ്റിക് ഗോസ്പൽസിൽ മാത്യു, മാർക്ക്, ലൂക്കിലൊക്കെ ഒരകലം പാലിച്ചാണ് സ്ത്രീകൾ ഈശോയുടെ കുരിശിൻ്റെ അവിടെ നിന്നത്. ഇവിടെ നമ്മൾ ആദ്യം വായിക്കുന്നത് കണ്ടോ, ഈശോയുടെ കുരിശിനരികെ അവൻ്റെ അമ്മയും. ഇപ്പം പ്രോക്സിമിറ്റി, അടുത്തുണ്ടായിരുന്നവർ, ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇനി ഇവിടെ മറിയം എന്ന വാക്ക് ഉച്ചരിക്കുന്നില്ല. മറിയം എന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടില്ല. പിന്നെന്താ വന്നിരിക്കുന്നത്? ഈശോയുടെ അമ്മ. ഈശോയുടെ അമ്മ. അതായത് യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ച് മറിയത്തിൻ്റെ പേരിനല്ല പ്രാധാന്യം, അവളുടെ ഫങ്ഷൻ, മദർഹുഡ്, അവളുടെ മാതൃത്വത്തിന് വിലയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനി അങ്ങനെ ഒരു കൗതുകത്തോടെ അതൊക്കെ വായിച്ചു നോക്കിക്കേ. ഈശോയുടെ അമ്മ. ഇനി ഈ തീമുണ്ടല്ലോ, ഈ ഭാഗം ഉണ്ടല്ലോ, ഈ 26-ാം വാക്യം തൊട്ട് 27-ാം വാക്യം വരെ, അതിൻ്റെ മെയിൻ തീം തന്നെ അമ്മ എന്നുള്ള വാക്കാണ്. മലയാളത്തിലെ നമ്മുടെ POC പരിഭാഷ വായിച്ചാൽ പോലും നമുക്ക് കാണാൻ പറ്റും 5 പ്രാവശ്യം ആ ഭാഗത്ത് അമ്മ എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നുണ്ട്. എടുത്തു, ഈശോയുടെ കുരിശിനരികെ അവൻ്റെ അമ്മ. രണ്ടാമത് അമ്മയുടെ സഹോദരി. അമ്മ എന്നുള്ള വാക്ക് ഏതായാലും ആവർത്തിച്ചല്ലോ. 26-ാം വാക്യത്തിൽ ഈശോയുടെ അമ്മയും. 26-ാം വാക്യത്തിൻ്റെ അവസാനം അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട്. 27-ാം വാക്യം, അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. 5 പ്രാവശ്യം ഈ അമ്മ എന്ന വാക്ക്, അമ്മയാണ് ഇതിലെ മെയിൻ തീമെന്ന് നമുക്ക് നിശ്ചയമായും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു ഇൻക്ലൂഷനുണ്ട്. ബൈബിൾ എഴുതുന്ന ഒരു രീതിയാണ്. ബൈബിളിൻ്റെ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പല രീതികളിലൊന്നാണ്, ഒരു ആശയത്തെ, ഒരു പാരഗ്രാഫ്, ഒരു പാസേജ് അവതരിപ്പിക്കുമ്പോൾ ബ്രാക്കറ്റിംഗ് എന്ന് പറയും. മേളിൽ ഒരു ലെയർ ഉണ്ടാകും, താഴെ ഒരു ലെയർ ഉണ്ടാകും. ഈ 2 ലെയറാണ് ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അതാണ് അതിൻ്റെ മെയിൻ തീം. ഇവിടെ അത് തന്നെയാണ്. ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് അമ്മയാണ്. എന്ന് വെച്ചാൽ ആരംഭത്തിൽ ഈശോയുടെ അമ്മ, ഈശോയുടെ കുരിശിനരികെ അവൻ്റെ അമ്മ. അപ്പോൾ ആ 3 വാക്യം തുടങ്ങുമ്പോൾ മറിയം ആരുടെ അമ്മയാണ്? 3 വാക്യം തുടങ്ങുമ്പോൾ മേളിലത്തെ ആ ഇൻക്ലൂഷൻ ബ്രാക്കറ്റിങ്ങിൽ അവൾ ഈശോയുടെ അമ്മയാണ്. ആ 3 വാക്യം തീരുമ്പോൾ മറിയം ആരുടെ അമ്മയായി? ആ പ്രിയ ശിഷ്യൻ്റെ അമ്മയായി, പ്രിയ ശിഷ്യൻ്റെ അമ്മയായി. അപ്പോൾ അതാണ് ആ 3 വാക്യങ്ങളിൽ സംഭവിക്കുന്നത്. ഈശോയുടെ അമ്മ പ്രിയ ശിഷ്യൻ്റെ അമ്മയായിട്ട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ പ്രിയ ശിഷ്യൻ്റെ അമ്മയായിട്ട് മാറുന്നു. ഇനിയും ഈ പ്രിയ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്രിയ ശിഷ്യൻ എന്ന് പറയുമ്പോഴേക്കും അതൊരു അനോണിമസ് ഫാക്ടറാണ്. എന്ന് വെച്ചാൽ ആരാന്നറിയാൻ മേല. യോഹന്നാനെന്ന് വാദിക്കുന്നവരുണ്ട്, പക്ഷേ ആരാണെന്ന് അറിയാൻ മേല. ആ അനോണിമിറ്റി എന്താണത്? ആ അറിയാൻ പാടില്ലായ്മയില്ലേ, അതിന് വലിയ പ്രസക്തിയുണ്ട്. എന്താ അതിൻ്റെ പ്രസക്തി? എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട്. ആർക്കും അതിൻ്റെ ഭാഗമാകാമെന്ന്, ആർക്കും പ്രിയ ശിഷ്യനാകാം. ഈശോയെ അനുഗമിക്കുന്ന, അവൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന സാധ്യതയുടെ പേരാണ് പ്രിയ ശിഷ്യൻ. അങ്ങനെയാണെങ്കിൽ പ്രിയ ശിഷ്യൻ്റെ അമ്മയായി മറിയം മാറുമ്പോൾ അവൾ ആരുടെ അമ്മയായിട്ട് മാറുന്നു? ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ അമ്മയായിട്ട് മാറുന്നു, സഭയുടെ അമ്മയായിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 വാക്യത്തിൽ ഈശോയുടെ അമ്മയായിട്ട് തുടങ്ങുന്നവൾ ആ 3 വാക്യം അവസാനിക്കുമ്പോൾ സഭയുടെ അമ്മയായിട്ട് മാറുകയാണ്. ഇനിയുണ്ടല്ലോ, ഇതിനകത്ത് വേറൊരു കൗതുകമുള്ള കാഴ്ചയുണ്ട്. ഞാൻ ഈ ടെക്സ്റ്റ് വെച്ച് പഠിപ്പിക്കുന്നത് നമുക്കും ബൈബിളിനോടൊരു അടുപ്പം തോന്നും. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇനി എത്ര ഓർമ്മകളൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, ഈശോയുടെ കുരിശിനരികെ. അതായത് വേറെ എങ്ങും നിങ്ങൾ ആഞ്ഞിരുന്ന് തപ്പിക്കൂ, വേറെ എങ്ങും കുരിശിനെ ഈശോയുടെ കുരിശെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. വേറെ എങ്ങും ഈ കുരിശിനെ ഈശോയുടെ കുരിശ് എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ജീസസ് ക്രോസ്. അതെന്തിനായിരുന്നു? കുരിശിനരികെ എന്ന് പറഞ്ഞാൽ പോരെ? ഈശോയുടെ കുരിശിനരികെ അത് വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ടും സാധ്യത ഉണ്ടായിരുന്ന, വിശേഷിപ്പിക്കാൻ റൈറ്റുള്ളൊരു ഭാഗമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 19-ാം വാക്യമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, 18-ഉം 19-ഉം ഒന്ന് വായിച്ചേ. ബൈബിൾ എടുത്തിട്ട് 18-ഉം 19-ഉം. അവർ അവിടെ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു 2 പേരെയും, ഈശോയെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലും. അപ്പം എത്രയാ? ഈശോയെ മധ്യത്തിൽ ക്രൂശിച്ചു, അപ്പുറത്തും ഇപ്പുറത്തും 2 പേരെ ക്രൂശിച്ചു. അപ്പോൾ അവിടെ 3 കുരിശുണ്ടേ. അപ്പം അടുത്ത വാക്യത്തിൽ പീലാത്തോസ് ഒരു ശീർഷകം എഴുതി, ഈശോയുടെ കുരിശിന് മുകളിൽ വെച്ചുവെന്ന് അവിടെ എഴുതി വെക്കണ്ടായിരുന്നോ?
പക്ഷെ വെച്ചിട്ടില്ല. അവിടെ വെച്ചിരിക്കുന്നത് എങ്ങനെയാ? പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അതിങ്ങനെയായിരുന്നു: നസ്രായനായ ഈശോ. അതായത് ഈശോയുടെ കുരിശെന്ന് വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ടും സാധ്യതയുണ്ടായിരുന്ന ഒരിടത്ത് പോലും അത് ഈശോയുടെ കുരിശെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ഇവിടെ അത് ഈശോയുടെ കുരിശെന്ന് വിശേഷിപ്പിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈശോയെ തന്നെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ കുരിശ് ഈസ് ഈക്വൽ ടു ക്രൂശിതൻ. പേഴ്സോണിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഈശോയുടെ ചുവട്ടിൽ അവരുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കേവലം ഒരു മരത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നുള്ളതല്ല. ഈശോയുടെ കുരിശ് എന്ന് പറയുമ്പം ഈശോ തന്നെയായിട്ട്. അതിൻ്റെ കുറച്ചുകൂടെ കട്ടിയായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ അല്ലേ? മനസ്സിലാകാത്തത് അങ്ങ് വിട്ടുകൊടുത്തേക്ക്, ഈശോയ്ക്ക് കൊടുത്തേക്ക്. മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നേ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു. ഇവിടെ ഈ ഈശോയുടെ കുരിശിനരികെ എന്ന് പറയുന്നിടത്ത് ഈ ഗ്രീക്കിൽ പാര എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാര, കട്ടപ്പാരയല്ല, ഒരു വാക്കാണ്. ഗ്രീക്കിലൊരു വാക്കാണ് പാര എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഈ പാര എന്ന പ്രപ്പോസിഷൻ ജോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ പ്രപ്പോസിഷൻ ഉപയോഗിക്കൂ. പാര ഇവിടെ അതെന്തുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നു? കുരിശുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുരിശിനെ വ്യക്തിയായി കണ്ടു. ആരായിട്ട്? ക്രൂശിതനായിട്ട് കണ്ടു. ഞാൻ പറയുന്നത് ഈശോയുടെ കുരിശിനരികെ നിന്നെന്ന് പറയുമ്പോൾ കുരിശ് ആ മരത്തിൻ്റെ താഴെ നിന്നുള്ളതല്ല, ഈശോയുടെ അടുത്ത് നിന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അതൊരു ക്രിസ്ത്യൻ ബ്ലെസ്സിങ് ഫോർമുലയാണ്. നമ്മൾ തന്നെ പ്രാർത്ഥിക്കാൻ പറയാറില്ലേ? ഈശോയുടെ കുരിശ് നിനക്ക് സംരക്ഷണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഈശോ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, ഈശോയുടെ കുരിശ് നിനക്ക് സംരക്ഷണമാകട്ടെ എന്നാണോ എൻ്റെ അർത്ഥം? ഈശോയുടെ കുരിശ് എന്ന് പറയുമ്പോൾ ക്രൂശിതൻ നിനക്ക് സംരക്ഷണമാകട്ടെ, കുരിശേറിയവൻ നിനക്ക് സംരക്ഷണമാകട്ടെ. അപ്പോൾ ആ പേഴ്സോണിഫിക്കേഷൻ നടന്നിട്ടുണ്ട് എന്ന് ആ ടെക്സ്റ്റ് വെച്ച് ഒന്ന് പഠിപ്പിച്ചതേ ഉള്ളൂ. ഒരു പുതിയ അറിവും കൂടെ കിട്ടിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഈ ഭാഗത്തെ ഇത്ര കാലത്തോളം നമ്മൾ വൈകാരികമായിട്ടല്ലേ അപ്രോച്ച് ചെയ്തേ? അയ്യോ, ഈശോ എനിക്ക് അമ്മയെ തന്നു, ഞാൻ ഇനി അമ്മയുടെ മകനാണ് എന്ന് തന്നെയും പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടെ ടെക്സ്റ്റിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ ഒന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ച് ഒന്ന് ചെയ്തതാണ്. ഇനിയുണ്ടല്ലോ, ഇതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കിടപ്പുണ്ട്. അതിങ്ങനെയാണ്. 26-ാം വാക്യം എടുത്തേ. 26-ാം വാക്യം. ഞാൻ പറഞ്ഞു ബൈബിൾ ആവശ്യമാണ്. ഈ ടോക്ക് മനസ്സിലാക്കണമെങ്കിൽ ബൈബിളും വേണം, ഒരു തുണ്ടുകടലാസും കൈ വേണം. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട്. ആദ്യത്തെ വാക്ക് പറഞ്ഞേ, കണ്ട്. ഒന്നാമത്തെ വാക്ക് കണ്ട്. രണ്ടാമത്തെ വാക്ക് അമ്മയോട് പറഞ്ഞു. രണ്ടാമത്തെ വാക്ക് പറഞ്ഞു. മൂന്നാമത്തത് ഇതാ. ഈ 3 വാക്കും തലേക്ക് എത്തിക്കുക. ഞാൻ പറഞ്ഞ 3 വാക്ക്: കണ്ടു, പറഞ്ഞു, ഇതാ. എന്തൊക്കെയാണത്? കണ്ടു, പറഞ്ഞു, ഇതാ. ഇതെന്താണെന്നറിയാമോ ഈ 3 വാക്കുകളുടെ പ്രത്യേകത? ഇതിനൊരു പ്രത്യേകതയുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ 3 വാക്കുകൾക്ക്. അതായത് അതുവരെ മറഞ്ഞിരുന്ന, അതുവരെ രഹസ്യമാക്കി വെച്ചിരുന്നൊരു കാര്യത്തെ പരസ്യമാക്കാൻ ഉപയോഗിക്കുന്ന 3 വാക്കുകളാണിത്. അതുവരെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാതിരുന്ന, അത് അങ്ങനെ തന്നെയായിരുന്നു നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആർക്കും അറിയാതെ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു നേരിനെ, ഒരു സത്യത്തിനെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന 3 വാക്കുകളാണ്. എന്തൊക്കെയത്? ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞ് ശീലിച്ചോ. കണ്ടു, പറഞ്ഞു, ഇതാ. അത് കൃത്യം മനസ്സിലാക്കണമെങ്കിൽ എടുക്കണം നിങ്ങൾ എൻ്റെ കൂടെ. യോഹന്നാൻ 1:29. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം എടുത്തിട്ട് വായിച്ചേ. അടുത്ത ദിവസം ഞാൻ നമ്മൾ പറഞ്ഞ 3 വാക്ക് വരുമ്പോഴും കൈ മടക്കും. നിങ്ങളപ്പോൾ അത് കൃത്യം വേണമെങ്കിൽ വരച്ചിട്ടോണേ. അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട്. ഒന്നാമത്തെ വാക്ക് കണ്ട്. അവൻ പറഞ്ഞു. മൂന്നാമത്തെ വാക്ക് ഇതാ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാട്. കണ്ടോ? കണ്ടു, പറഞ്ഞു, ഇതാ. അതുവരെ മറയ്ക്കപ്പെട്ട ഒന്നാണത്. ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാന്നുള്ള രഹസ്യം. ആ രഹസ്യത്തെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ച ശൈലിയാണിത്. യോഹന്നാന്റെ ലിറ്ററേച്ചർ ശൈലിയാണിത്. കണ്ടു, പറഞ്ഞു, ഇതാ. ഇനിയുണ്ട് യോഹന്നാൻ 1:36. ഈശോ നടന്നു വരുന്നത് കണ്ട്, പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. കണ്ടോ? മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒന്നിനെ വെളിപ്പെടുത്തുന്ന ശൈലി. ഇനിയുമുണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം
47 വാക്യം ഇങ്ങനെയാണത്. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഈശോ അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അതിനു മുമ്പേ നഥാനിയേൽ നിഷ്കപടനായ ഇസ്രായേൽക്കാരനാണ്. പക്ഷെ ഇപ്പോൾ ആ രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണ്. കണ്ടു, പറഞ്ഞു, ഇതാ. ഇനി ഈ അറിവ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 26 27 വാക്യം. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഒരു രഹസ്യത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഒരു രഹസ്യത്തെ, അതുവരെ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു വലിയ നേരിനെ വെളിപ്പെടുത്തി കൊടുത്തു. ഇനി ഈ ലോകത്തിന് മുഴുവൻ ഇവൾ അമ്മയാണ്. എല്ലാ മക്കൾക്കും ഇവൾ അമ്മയാണ്. അമ്മേ, ഇനി ഇവര് നിനക്ക് മക്കളാണ്. ഒരു രഹസ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഈ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടന്നും കർത്താവ് തമ്പുരാൻ ഒരു രഹസ്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ കുരിശിൽ, അപ്പോൾ നമുക്കതിൻ്റെ ആ ഡെപ്ത് മനസ്സിലായോ? കുരിശിൽ 3 ആണ്ടുകളിൽ കിടന്നിട്ട് അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന സത്യമാണ് എന്ത്? മറിയം, പരിശുദ്ധ അമ്മ, നമ്മുടെയും അമ്മയാണ് എന്ന രഹസ്യം. ഇനി ഇതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പലരും ഞാൻ ഇതിനെക്കുറിച്ച്, ഈ ഭാഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി, ചില ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ എന്നെ അത്തരം ആളുകളും കേൾക്കുന്നുണ്ടെന്നറിയാം. നിങ്ങളോട് നമുക്ക് പരസ്പര ബഹുമാനം, നിങ്ങളോട് ബഹുമാനമൊക്കെ ഉണ്ട്. എന്നാലിത് കേട്ടെ, ചിലർ വളരെ വളരെ ഡെലിബ്രേറ്റ് ആയിട്ട് ഈ ഭാഗത്തെ വളരെ അങ്ങ് താഴ്ത്തി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈശോ മരിക്കാൻ പോയപ്പം അമ്മയ്ക്കാരുമില്ല, എന്നാൽ പിന്നെ തൻ്റെ യോഹന്നാനെ പിടിച്ചോണം കേട്ടോ, നോക്കിക്കോണേ എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞത് കണക്ക് അങ്ങ് താഴ്ത്തുന്നുണ്ട്. അങ്ങനെ താഴ്ത്തേണ്ടത് അവർ ചേർത്ത് പിടിച്ച് ചില മുൻവിധിയുടെ ആവശ്യമാണ്, ചില പ്രജുഡിസസ് നേരത്തെ ഉള്ളത് കൊണ്ട് അമ്മയെ പൊക്കാൻ വയ്യ. ഇത് നമ്മൾ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് അമ്മ പൊങ്ങിപ്പോവും, അമ്മ മേളിലോട്ട് പോവും. അതുകൊണ്ട് അമ്മയെ പൊക്കാതിരിക്കാൻ വേണ്ടി ഈ ഭാഗം വായിക്കുമ്പോൾ അങ്ങ് താഴ്ത്തിയിടും. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ രംഗം അത് മരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പിടിച്ച് ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അത്ര വലിയ ലോകത്തിന് മുഴുവൻ അങ്ങനെയൊന്നും അർത്ഥമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവർ, എൻ്റെ പ്രിയമുള്ളവരെ, സത്യത്തിന് നേരെ കണ്ണടയ്ക്കരുത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ നമ്മുടെ കത്തോലിക്ക സമൂഹത്തിൽ പോലും പരിശുദ്ധ അമ്മ വലിയ കാര്യമൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ അങ്ങ് പറഞ്ഞു കളയരുത്. സത്യത്തിന് നേരെ കണ്ണടച്ച് കളയരുത്. അതിന് സിമ്പിളായിട്ട് ഞാൻ ലോജിക്ക് പറയട്ടെ. യോഹന്നാൻ്റെ സുവിശേഷമാണ് ആദ്യം ഓർക്കണം. യോഹന്നാൻ അങ്ങനത്തെ വെറും വാക്ക് എഴുതി വെക്കത്തില്ല. തിയോളജിക്കൽ പർപ്പസ് ഇല്ലാത്ത ഒന്നും യോഹന്നാൻ എഴുതി വെക്കത്തില്ല. തൊട്ട് മുമ്പത്തെ ഭാഗത്ത് തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട അങ്കി അവൻ്റെ സമഗ്രതയെ കാണിച്ചു വരിക, പ്രധാനപ്പെട്ടൊരു തിയോളജിക്കൽ കൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടിരിക്കുക. അതിന് ശേഷമുള്ള 28 വാക്യത്തിൽ എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ആത്മാവിനെ സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട രംഗമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് സാങ്കത്യമില്ലാത്ത ഒരു കാര്യം യോഹന്നാൻ എഴുതി വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട അങ്കി സഭാ കൂട്ടായ്മയെ, വിഭജിതമാകാതിരിക്കുന്ന സഭാ കൂട്ടായ്മയെ സൂചിപ്പിച്ചിട്ട് അതിൻ്റെ ഒടുക്കം അവസാന 28 വാക്യത്തിൽ ആ സഭയിലേക്ക് അവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചത് വിഷയമായി കിടക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സഭയുമായി ബന്ധമില്ലാത്തൊരു കാര്യം യോഹന്നാൻ എഴുതി വെക്കുവോ? അവിടെ സൂചിപ്പിക്കുന്നത് ഈ സഭയ്ക്ക് അമ്മയായി, വിശ്വാസികൾക്ക് അമ്മയായി, എൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും കവലയ്ക്ക് നിന്നിട്ടോ ഇത്തിരി പോകുന്നൊരു വീഡിയോയിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇകഴ്ത്തി അല്പം കുറച്ച് ആരെങ്കിലും പറഞ്ഞുവെന്ന് വിചാരിച്ചിട്ട് അമ്മയെ വണങ്ങുന്നതിൽ നിന്ന് ഒരു കത്തോലിക്കനും പുറകോട്ട് പോയേക്കരുത്. കാരണം ഉണ്ടല്ലോ, ഇത് കർത്താവ് തമ്പുരാൻ അവൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് കുരിശേൽ കടന്നിട്ട് നമുക്ക് തന്ന അക്ഷയനിധിയുടെ അമൂല്യ സമ്പത്തിൻ്റെ പേരാണ് മറിയം. അതുകൊണ്ട് അഭിമാനത്തോടെ കത്തോലിക്കാൻ പറയണം, ഇനിയും ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ഇനിയും പരിശുദ്ധ അമ്മയുടെ തിരുനാള് ഞങ്ങൾ ആഘോഷിക്കും, ഇനിയും അമ്മയെ തോളിലേറ്റി ഞങ്ങൾ നാട് ചുറ്റി പ്രദക്ഷിണം നടത്തും. കാരണം ഇത് ഞങ്ങളുടെ കർത്താവ് തമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭരമേൽപ്പിച്ച അമൂല്യ സമ്പത്താണ്. പൊന്നുപോലെ നോക്കും ഞങ്ങൾ. അമ്മയോടുള്ള ഭക്തിയിൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്.
അമ്മയോടുള്ള വണക്കത്തിൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്. അമ്മ നമ്മളെ നല്ല ക്രിസ്ത്യാനിയാക്കും. അമ്മ നമ്മളെ നല്ല ക്രിസ്ത്യാനിയാക്കുമെന്ന് ഉറപ്പാണ്. ഇനി പലരുടെ സംശയം, എന്തുകൊണ്ട് സ്ത്രീയെ എന്ന് വിളിച്ചു? ഇതിൻ്റെ ഉത്തരമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്ത്രീയെ എന്ന് വിളിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൽ ഇൻറ്റിമസിയുടെ, ആദരവിൻ്റെ അടയാളം കൂടിയാണ് സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നവരല്ല ഇതിൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് കാനായിലും വിളിച്ചത് സ്ത്രീയെ തന്നെയാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീ പ്രയോഗവുമായിട്ട് കണക്റ്റഡ് ആണ്. രക്ഷാകര ചരിത്രത്തിലെ ആ സ്ത്രീ എൻ്റെ അമ്മയാ, ഈ മറിയം തന്നെയാണെന്ന് ഈശോ തെളിയിക്കുകയാണ് ആ സ്ത്രീ അഭിസംബോധന വഴി. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അമ്മയെ ഗൗരവത്തോടെ എടുക്കുന്ന, അപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, മരിയ ഭക്തിയിലുള്ള അപകടങ്ങൾ പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അമ്മയെ വണങ്ങണം, അമ്മയോട് ഭക്തി ഉണ്ടാകണം. പക്ഷെ അപ്പോഴും ഓർക്കണം, ലക്ഷ്യം അമ്മയല്ല, ലക്ഷ്യം കർത്താവ് തമ്പുരാൻ്റെ സന്നിധിയിലെത്തുക എന്നുള്ളതാണ്. അമ്മ നമ്മളെ അതിന് ഒരുക്കുകയാണ്. അമ്മയിൽ തുടങ്ങി അമ്മയിൽ അവസാനിച്ചു പോകരുത്. നമുക്ക് അങ്ങനൊരു മണ്ടത്തരം ചിലപ്പോഴൊക്കെ പറ്റിപ്പോകുന്നുണ്ട്. അമ്മയിൽ തുടങ്ങി അമ്മയിൽ അവസാനിച്ചു പോകരുത്. അമ്മയിൽ തുടങ്ങി ഈശോയിലെത്തണം. അതാണ് അമ്മയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ കൃത്യമായ ഇടവേളകളിൽ ഓരോ കാലത്തും അമ്മയുടെ ദർശനങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത്. സഭയെ ഒരുക്കുക. അന്ത്യകാലത്തിനു വേണ്ടി മറിയം സഭയെ ഒരുക്കുകയാണ്. ആ അമ്മയോട് ചേർന്ന് നിൽക്കുക. അമ്മ നമ്മളെ നല്ല ക്രിസ്ത്യാനിയാക്കും. ഈ വിചാരങ്ങളോടെ നമുക്കിന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയ്ക്കായി മുട്ടുകുത്താം. ഇന്നത്തെ ഹോംവർക്ക് ഒരു പ്രാക്ടിക്കൽ ഹോംവർക്ക് തരട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ ആ സ്നേഹത്തിൻ്റെ പുറത്ത് പറയുക. എല്ലാവരുടെയും കഴുത്തിൽ ഒരു ജപമാല പ്രാർത്ഥിച്ചണിയാമോ? ഒരു തീരുമാനം എടുക്കാമോ? എല്ലാവരുടെയും കഴുത്തിൽ ഒരു ജപമാല, ഒരു ഉത്തരീയം, എന്തെങ്കിലും ഒന്ന് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെ സൂചകമായിട്ട്, നമ്മുടെ ആ വണക്കത്തിൻ്റെ ബന്ധത്തിൻ്റെ സൂചകമായിട്ട്. ക്രിസ്ത്യാനിക്ക് മടി വേണ്ട. എല്ലാവരുടെയും കഴുത്തിൽ ഒരു കൊന്ത ചെല്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് വേണ്ട. ആ മാതൃഭക്തിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു പേഴ്സണൽ പയറ്റി ആയിട്ടെങ്കിലും കരുതി അമ്മയുള്ള ഭക്തിയിൽ വളരണം. അപ്പോൾ ജപമാല കഴുത്തിൽ വേണം കേട്ടോ, കഴുത്തിൽ വേണം. കയ്യിൽ സൂക്ഷിക്കുന്നവർ സൂക്ഷിച്ചോ, പക്ഷെ അത് കഴുത്തിലിടുന്നതിന് പകരമാകരുത്. കഴുത്തിലിടുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ പ്രാർത്ഥിച്ച് കഴുത്തിൽ ഒരു ജപമാല അണിയുക. മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ആനന്ദമേ, എന്തൊരാനന്ദമേ. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ഈശോയെ, പരിശുദ്ധനായവനെ, അമ്മയോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ, കാരുണ്യവഴി ശുശ്രൂഷയുടെ 33-ാമത്തെ ദിവസം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് ഞങ്ങൾ കേട്ടതൊക്കെയും കുരിശിൽ കിടന്നുകൊണ്ട് നീ അമ്മയ്ക്ക്
ഞങ്ങളെ ഭരമേൽപ്പിച്ചത്. കർത്താവേ, പരിശുദ്ധ അമ്മയെ സഭയുടെ അമ്മയായി, നിന്നിൽ വിശ്വസിക്കുന്നവരുടെ അമ്മയായി നീ നൽകിയത് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. കർത്താവേ, നീ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ അമ്മയെ ഞങ്ങൾ ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന്. കർത്താവേ, ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആരംഭം, ദൈവഭക്തിയുടെ ആരംഭം പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിൽ നിന്നാണ് ആരംഭിച്ചത്. കുടുംബങ്ങളിൽ ചൊല്ലിയ ജപമാല പ്രാർത്ഥനയായിരുന്നു വിശ്വാസത്തിൻ്റെ ആദ്യ പാഠവും ശീലവും. അമ്മയുടെ കൈപിടിച്ച് നടന്നു തുടങ്ങിയതാണ്. ഈശോ പിന്നീട് എപ്പോഴോ ബുദ്ധി ഉറച്ചു എന്ന് തോന്നിയപ്പോ, വലുതായി എന്ന് തോന്നിയപ്പോ, ഏതൊരു മകനും മകൾക്കും സംഭവിക്കുന്നത് പോലെ അമ്മയുടെ കൈതട്ടി മാറ്റിയിട്ട് ഒറ്റയ്ക്ക് നടക്കാനുള്ള പ്രവണത ഞങ്ങളും കാണിച്ചു പോയി. ഈശോ, മാതൃഭക്തിയെ ഒരു കുറച്ചിലായി ഞങ്ങളും ധരിച്ചു പോയി. ഈശോ, ഇന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ കുറെ കൂടെ മെച്ചപ്പെട്ട ക്രിസ്ത്യാനിയാക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്ന് അമ്മയുടെ കൈ പിടിച്ച് നിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ നടന്നടുക്കട്ടെ. നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഇടം പിടിച്ചവൾക്ക് ഞങ്ങളെ നിന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ആനയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുതന്നെയല്ലേ കർത്താവേ സഹീയോനൂട്ടുശാലയിൽ ഞങ്ങൾ കണ്ട കാഴ്ച. ഒരു വേള അപ്രതീക്ഷിതമായത് സംഭവിച്ചപ്പോൾ ചെതറിത്തെറിച്ചു പോയ ശിഷ്യഗണത്തെ ഈശോ നിന്റെ അമ്മ തടുത്തുകൂട്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് പ്രാർത്ഥനയ്ക്കൊരുക്കി പരിശുദ്ധാത്മ സ്വീകരണത്തിന് യോഗ്യരാക്കിയല്ലോ. കർത്താവേ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ, അമ്മയുടെ സാമീപ്യത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈശോയെ, അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. അമ്മയെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ സമ്മാനമായിരുന്നല്ലോ നിന്റെ പ്രിയപ്പെട്ട അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നീ വിട്ടു തന്നത്. പിന്നീട് ഇന്നുവരെയും ചരിത്രത്തിൽ കൃത്യമായ ഇടവേളകളിൽ, കൃത്യമായ ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഓരോ ദേശത്തും ഓരോ കാലത്തും പരിശുദ്ധ അമ്മ സ്വർഗത്തിന് ദൂതറിയിക്കാൻ ഇറങ്ങി വരുന്നത് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. തിരുക്കുമാരൻ അന്ത്യനാളിൽ വാനമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ അവന് വേണ്ടി സഭയെ ഒരുക്കുന്ന, നിനക്ക് വേണ്ടി നിന്റെ സഭയെ ഒരുക്കിയെടുക്കുന്ന പരിശുദ്ധ അമ്മയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അമ്മയോടുള്ള ഭക്തിയിലും വണക്കത്തിലും വളരട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാതൃഭക്തി അന്യം നിന്ന് പോകാതിരിക്കട്ടെ. ജപമാല കയ്യിലും കഴുത്തിലും ഉണ്ടാകട്ടെ. കർത്താവേ, ജപമാല ഞങ്ങൾക്ക് പ്രാർത്ഥനയും ആയുധവുമാകട്ടെ. ഈശോയെ, നിന്റെ അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. വലിയ മധ്യസ്ഥയായി നീ ഞങ്ങൾക്ക് സമ്മാനിച്ച മക്കളെന്ന പോലെ ഞങ്ങൾക്ക് അമ്മയിലേക്ക് പരമേൽപ്പിച്ച ആ ബന്ധത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് ഈശോ ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. ദൈവജനമേ, മനസ്സിൽ കാണണേ, ഒരമ്മ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് പള്ളിയിൽ കയറ്റുന്നത് പോലെ പരിശുദ്ധ അമ്മ മനുഷ്യകുലത്തെ ഒരുക്കിയെടുത്ത്, നമ്മളെയൊക്കെ ഒരുക്കിയെടുത്ത് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ചേർത്ത് പിടിച്ച് നിർത്തുന്ന കാഴ്ച മനസ്സിൽ കാണണേ. ചങ്കിലൂടെ വാള് കടന്നു പോയിട്ടും കുലുങ്ങാതെ, പുത്രൻ്റെ മരണം, 33 വയസ്സുകാരനായ യുവാവായ തൻ്റെ മകൻ്റെ മരണം കൺമുമ്പിൽ കണ്ടിട്ട് മുലഞ്ഞു പോകാതെ, ദൈവഹിതത്തിന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ
സഹനക്കടൽ നീന്തിക്കടക്കാൻ, സഹന വഴിയെ ഉലഞ്ഞു പോകാതെ നടക്കാൻ നമുക്ക് ബലം നൽകും. നമ്മുടെ മുമ്പേ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇസ്രായേല്യർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം, ദിവ്യമന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കും നീ. ഇസ്രായേല്യർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം, ദിവ്യമന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കുന്നേ. ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ദൈവജനമേ, നമ്മൾ പാടിയ പാട്ട് മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. മന്ന പെയ്തിറങ്ങിയ പേടകമേ, പരിശുദ്ധ അമ്മേ, നിന്നോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. വാഗ്ദാന പേടകം, ഇസ്രായേലിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ മന്ന സൂക്ഷിച്ചിരുന്നു. നിത്യജീവൻ്റെ അപ്പമായ ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്ന് കനിഞ്ഞു നൽകിയ സ്വർഗത്തിൻ്റെ അപ്പമായ മന്ന സൂക്ഷിച്ചിരുന്നു. നിത്യജീവൻ്റെ അപ്പം വരാനിരിക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ അപ്പമായ മന്ന സൂക്ഷിച്ചു. ദൈവവചനത്തിൻ്റെ അടയാളമായ 10 കൽപ്പനകളുടെ ഫലകം സൂക്ഷിച്ചു. പൗരോഹിത്യ അടയാളമായ അഹ്റോന്റെ തളിർത്ത വടി അവർ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു. പിന്നീട് എപ്പോഴോ ഇസ്രായേൽ ചരിത്രത്തിൽ വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ട വാഗ്ദാന പേടകത്തെ തേടുന്ന ഇസ്രായേലിന്റെ മുമ്പിലേക്ക് ദൈവം മറിയത്തെ സമ്മാനിച്ചു. യഥാർത്ഥ വാഗ്ദാന പേടകം, നിത്യപുരോഹിതനായ ഈശോയെ പേറിയ വാഗ്ദാന പേടകം, സത്യവചനമായ ഈശോ വന്നിറങ്ങിയ വാഗ്ദാന പേടകം, എന്നേക്കുമുള്ള അപ്പമായ കുർബാന ഈശോ വന്നിറങ്ങിയ വാഗ്ദാന പേടകം. ദൈവജനമേ, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? വാഗ്ദാനത്തിൻ്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യഥാർത്ഥ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. ഒരിക്കൽ കൂടെ അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് മറിയത്തോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കും. ഇസ്രായേല്യർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം, ദിവ്യമന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കും നീ. ഇസ്രായേല്യർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം, ദിവ്യമന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കുന്നേ. ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം
സ്തോത്രം പാടുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ,
പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം
പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി
പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ആരാധനയുടെ ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം നിന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം വാങ്ങിക്കുന്ന രംഗം കാണണം. പണ്ട് കുഞ്ഞുനാളിൽ പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ കൈകൾ കുപ്പിപ്പിടിച്ച് ഈശോയെ കുമ്പിടാൻ ആവശ്യപ്പെട്ടതുപോലെ മറിയം നമ്മളെ ഒരുക്കി ഈശോയുടെ ആശീർവാദത്തിനായി നമ്മുടെ കൂടെ നിൽക്കുന്ന കാഴ്ച മനസ്സിൽ കണ്ട് അമ്മയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കും. ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. അമ്മ